Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. കൊച്ചുങ്ങൾ എന്നാലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇദ്ദേഹത്തോട് സംസാരിക്കണം, ഇദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളത്. ഒരു ചിന്ന ആസേ. അപ്പൊ അതങ്ങ് സാധിച്ചാലോ എന്ന് ഞാനും വിചാരിച്ചു. ഇന്ന് റേഡിയോ മലയാളം 98.6 സ്റ്റാർസ് ഓൺ എയർ RJ തുഷാരയുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. മോർ ദാൻ ആൻ ആക്ടർ, ഒരു പേഴ്സണാലിറ്റി. വി ലവ് എവറിത്തിങ് അബൌട്ട് ഹിം. ഭയങ്കര സോഫ്റ്റ് ആണ്, സ്വീറ്റ് ആണ്, ആൻഡ് ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിരിപ്പിക്കാനും അതേപോലെ തന്നെ ചിന്തിപ്പിക്കാനായിട്ടും കരയിപ്പിക്കാനായിട്ടും ശക്തിയുള്ള ഈ ഒരു ആക്ടർ ഇന്ദ്രൻ സേട്ടനാണെന്ന് നമ്മുടെ കൂടെ സ്റ്റാർസ് ഓൺ എയറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. വെൽക്കം ടു റേഡിയോ മലയാളം ഇന്ദ്രൻ സേട്ടാ. സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. ചിന്ന ചിന്ന ആസ എന്ന സിനിമയാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷം. ഈ സിനിമയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്യണം എന്ന് തോന്നിപ്പിച്ച ആ ഒരു ആദ്യത്തെ മൊമെന്റ് ഏതായിരുന്നു? അങ്ങനെ ഞാൻ തന്നെ എന്നല്ല, അവര് നമ്മുടെ അടുത്ത് ഒന്ന് പറയുമ്പോ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ്. ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം. അവര് വന്ന് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ആള് പറയുമായിരുന്നു. ഓക്കെ, ആളുടെ മനസ്സ് നിറച്ചുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. സിനിമയിൽ ചില സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ചിലത് ഭയങ്കരമായിട്ട് ആസ് എൻ ആക്ടർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ ഒരു സിനിമയിൽ ഭയങ്കരമായിട്ട് ഇന്ദ്രൻ സേട്ടനുമായിട്ട് കണക്ട് ചെയ്ത ഒരു സീൻ എടുത്ത് പറയാൻ പറ്റി കഴിഞ്ഞാൽ ഏതായിരിക്കും അത്? അങ്ങനെ അറിയാൻ പറ്റും. എല്ലാ സീനും അതുപോലെയായിരുന്നു. അവര് ഓർഡർ ആയിട്ട് എടുത്തു പോകും. ഓക്കെ ഓക്കെ. അതുകൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് എളുപ്പമായിരുന്നു. ഇടയ്ക്കൊന്നും അവിടെ നിന്നും അല്ലാത്ത ഷോട്ട് എടുക്കാതെ കണ്ടിന്യൂറ്റി പിടിച്ചു പോകുമ്പോൾ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ ആഴ്ച ആക്ച്വലി നമ്മളുടെ ഷോയിലെ ഗസ്റ്റ് ചിനാസയുടെ സിനിമാറ്റോഗ്രാഫർ ഫായിസ് ആയിരുന്നേ. അപ്പൊ ഫായിസിന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ സെറ്റിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞത് ഇന്ദ്രൻ സേട്ടനെ കുറിച്ച് തന്നെയായിരുന്നു. ഇന്ദ്രൻ സേട്ടൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇന്ദ്രൻ സേട്ടനും മധു മാമുമായിട്ടുള്ള കോമ്പിനേഷനിലൊക്കെ ഇന്ദ്രൻ സേട്ടന്റെ ചിരിയും ചമ്മലൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സെറ്റിലെ ആ ഒരു എക്സ്പീരിയൻസ്? ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ന്യൂ ഫേസസും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മധു മാം ആണെങ്കിലും ഒക്കെ അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇന്ദ്രൻ ചേട്ടാ? അവര് ഭയങ്കര വളരെ ഒരുപാട് ക്യാരക്ടർ ശ്രദ്ധിച്ചിട്ട് മേക്കപ്പ് ഒന്നുമില്ല, അവരൊക്കെ അങ്ങനെയല്ലല്ലോ അഭിനയിക്കുന്നത്. പക്ഷെ അവർക്ക് അത്രയും ക്യാരക്ടർ അവർക്ക് ഇഷ്ടമായിട്ട് വളരെ ലളിതമായിട്ടുള്ള അവരുടെ നോട്ടവും, പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് അവര് അവരുടെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും അത് ഈ ഡയറക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് തിരിച്ച് നമ്മൾ എന്താണ് മറുപടി പറഞ്ഞത് അതിന്റെ അർത്ഥം അറിഞ്ഞ് അങ്ങനെ അവര് ഭയങ്കര ആളെന്ന് വിളിച്ചുള്ളൊരു ഇതായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം മൊത്തത്തിൽ ക്രൂ എല്ലാം ചെറുപ്പക്കാരല്ലേ, എല്ലാരും അവരെല്ലാരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആ സ്ഥലവും ഒക്കെ കൂടെ ആയപ്പോ തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഒരു ആലസ്യത്തിലായിരുന്നു. അടിച്ചു പൊളിച്ച് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാ. ഇന്ദ്രൻ ചേട്ടന്റെ എല്ലാ ഫാൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയാണ് വി ലവ് യു സോ മച്ച്. ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രൻ ചേട്ടനെ. ഇൻഫാക്ട് ഈ സിനിമയിൽ, അതായത് തിയേറ്ററിലുള്ള പല വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നത് കാണുമല്ലോ. അപ്പം ഈ ചിന്ന ആസയുടെ സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണെങ്കിലും ആളുകൾ കരയുന്നതും ഒക്കെ ആയിട്ടുള്ള പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ഈ ഇടയ്ക്ക് ഇന്ദ്രൻ ചേട്ടന് വന്നിട്ടുള്ള കമന്റിൽ അല്ലെങ്കിൽ മെസ്സേജിൽ ഏറ്റവും മനസ്സ് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു ഫാൻ കമന്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്തായിരുന്നു അത്? പ്രധാനമായിട്ട് അവർ ഈ പടം അല്ലാതെ നോവിച്ചു എന്ന് പറയുന്നതാണ്. അവസാനം പെട്ടെന്ന് ധൃതി പിടിച്ച് പോകാൻ ഇറങ്ങുന്ന ഒരു അവസ്ഥയല്ല. സീൻ തീരുമ്പോ ആ ലാസ്റ്റുള്ള ആ ഒരു സോങ്ങും ഭയങ്കര ടച്ചിങ്, അതിന്റെ മ്യൂസിക്കും ഒക്കെ. അപ്പൊ അവരെല്ലാരും അങ്ങനെ ഇരിക്കും. അപ്പൊ നോവിച്ചു എന്ന് പറയുമ്പോ നമുക്കൊരു ഒരു പ്രയാസമുണ്ട്. പക്ഷെ അത് അതിന് ഭയങ്കര വേറൊരു നോവാത്ത നോവായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ടർ മ്യൂസിക് ഒക്കെ കൂടെ ചേർത്തിട്ട് അങ്ങനെ നോവാത്തൊരു നോവായിട്ടാണ് അത് അവസാനിപ്പിച്ചത്. എന്നാലത് മനസ്സിന്ന് പോകത്തില്ല. അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയല്ല, അത് കൂടെ ചെല്ലുക അത്. അപ്പൊ അതൊക്കെ അങ്ങനെ സന്തോഷത്തിനപ്പുറം അത് വിട്ടുപോകാതെ നോക്കുമ്പോ നമുക്കും ഒരു വിഷമാവും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇന്ദ്രൻ ചേട്ടന്റെ കരിയർ എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആക്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള യാത്ര നടത്തി വളരെ സക്സസ്ഫുൾ ആക്കി. ഇപ്പോ ഈ സെറ്റിൽ ചെല്ലുന്ന സമയത്ത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് കാണുന്ന സമയത്ത് പഴയ ഇൻസ്റ്റിങ്സ് ഒക്കെ വരാറുണ്ടോ? ഇത് ഇങ്ങനെ ആക്കിയാൽ നന്നായിരിക്കും എന്നൊക്കെ പറയാൻ തോന്നാറുണ്ടോ? ഇല്ല, ഈ നമ്മുടെ പാകം ആവില്ലെങ്കിൽ മാത്രം അഭിപ്രായം പറയും. അവരുടെ
അവരുടെ കാരണം ഡയറക്ടറും കൂടെ ഇരുന്നിട്ടാണ് ക്യാമറമാനും ചേർന്ന കളറും അതിന്റെ ഒരു പാറ്റേൺ ഒക്കെ അവർ തീരുമാനിച്ചു വെച്ചു. അപ്പൊ അതിൽ നമുക്ക് പാകമാണോ എന്ന് മാത്രം നോക്കും. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇന്ദ്രൻ ചേട്ടന്റെ സിനിമാ ജീവിതത്തിൽ കുറെ അധികം കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറെ നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. കോമഡിയിൽ നിന്നും പിന്നീട് ക്യാരക്ടർ റോളുകൾ ചെയ്തു തുടങ്ങി. ഇതിൽ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഏതാണ് കൂടുതൽ ടഫ്? ക്യാരക്ടർ റോൾസ് ആണോ കോമഡി റോൾസ് ആണോ? അങ്ങനെ രണ്ടും നമ്മുടെ ശ്രദ്ധ ഒരുപോലെ തന്നെ വേണം. എങ്കിലും വളരെ കരുതലോടെ ഇരിക്കേണ്ടത് കോമഡി ചെയ്യുമ്പോൾ ആണല്ലേ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഏത് ഇതില്? കോമഡി ചെയ്യും. കോമഡി തന്നെയാണല്ലേ. അതിനൊരു പ്രത്യേക സുഖം ചേട്ടാ. ഇല്ലെങ്കിൽ ഈ നോവ് പറഞ്ഞതുപോലെ നമ്മളിൽ ഒരുപാട് കൊണ്ടിട്ടാണല്ലോ എത്തുന്നത്. അതെ. സിനിമാ കരിയർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടന്റെ സിനിമാ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറിയ ഒരു സിനിമ ഹോം തന്നെയായിരിക്കും, യാതൊരു സംശയവും. ഹോം കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ചേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ സ്നേഹവും ആ കമന്റുകളും ഒക്കെ ഇങ്ങനെ ഫ്ലഡ് പോലെയാണ്, ഫ്ലഡ് ചെയ്ത് കിടക്കായിരുന്നു. അപ്പൊ എനിക്കറിയാം ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയും ഒരു കഥാപാത്രവുമാണ് ഓലിവർ ട്വിസ്റ്റ്. എത്ര സ്പെഷ്യൽ ആണ് ഈ ഒരു കഥാപാത്രം ഇന്ദ്രൻ ചേട്ടന്റെ ലൈഫില്? ദേശം കടന്ന് എന്നെ അങ്ങനെ കൂട്ടുകാരും ഉണ്ടാക്കി തന്നു സിനിമയാണ്. എവിടെ ചെന്നാലും നമ്മുടെ സംസ്ഥാനം വിട്ട് എവിടെ പോയാലും ഒലിവർ ട്വിസ്റ്റ് ആയി പേര് പറഞ്ഞ തന്നെ വിഷയം അടുത്ത് ഒരു അടിപൊളി. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഭയങ്കര സ്പെഷ്യൽ ആണ്. ഇന്ദ്രൻ ചേട്ടന്റെ ഇത്ര വർഷത്തെ ആക്ടിംഗ് കരിയർ കഴിഞ്ഞിട്ടും ഇപ്പോഴും സെറ്റിൽ ചെല്ലുമ്പോ നെർവസ് ആവുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടുപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ഇന്ദ്രൻ ചേട്ടാ? ഒന്നുമില്ല. അതൊരു അടുക്കും ചിട്ടയില്ല, അച്ചടക്കവും ഇല്ല എന്ന് പറയുമ്പോൾ തോന്നാവുന്ന അനുസരം മാത്രം. സിനിമാ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇന്ദ്രൻ ചേട്ടൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? അങ്ങനെ ഒന്നും കൊടുക്കേണ്ടതില്ല ജി. കാരണം എന്തറിയോ, നമ്മള് പഴയ ക്ലാസ്സാ. അവിടെ നിന്ന് നമ്മളിങ്ങനെ പുറത്ത് ചാടിപ്പോവാതെ ഈ കുട്ടികളെ മാറി മാറി വരുന്ന കുട്ടികളെ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവർ പോകുന്ന വഴിയിലൂടെ നമ്മളെ നല്ല റൂട്ടിൽ അവർ പോണത്. നമ്മൾ സഞ്ചരിച്ചതോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു വെച്ചോ അഭിപ്രായമൊന്നും അവർക്ക് ചേരുകയില്ല, ഇഷ്ടവുമല്ല അങ്ങനെ ഉപദേശിക്കുന്നത് പുതിയ. അതുകൊണ്ട് ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തമിഴ് സിനിമയിലേക്കും കൂടെ വരാം. കറുപ്പ് എന്ന സിനിമയിലും ഈ പറഞ്ഞ പോലെ തന്നെ കുറേ അധികം കയ്യടികൾ നേടിയിട്ടുണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതായത് ഇൻഡസ്ട്രി ഡിഫറൻസ്, മലയാളം ഇൻഡസ്ട്രിയും തമിഴ് ഇൻഡസ്ട്രിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും, അതുപോലെ തന്നെ ഈ ഒരു കറുപ്പ് എന്ന സിനിമയുടെ സെറ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ പറയാനായിട്ട്? അത് അവരുടെ സിനിമയും ജീവിതവും രീതിയിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആ സുകുമാരന്റെ ഒക്കെ കാര്യത്തിൽ ശരിക്കും ജീവിതമായിട്ട് അവരതങ്ങനെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. പക്ഷെ മറുവശത്ത് ശരിക്കും ഒരു സിനിമയുടെ വേണ്ടുന്ന ചേരുവകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട്. പെർഫോമൻസ് ഒക്കെ അത്രയും അവർക്ക് അത് അവരെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ അത് അല്ലാത്തത് അവർക്ക് ഉൾക്കൊള്ളാം. നമ്മളെ മലയാള പടമൊക്കെ അവർ അതുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കുന്നത്, വളരെ ലളിതമായി പറയുന്നതൊക്കെ. ബട്ട് ഈ ഒരു സിനിമയിലും ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഇന്ദ്രൻ ചേട്ടൻ ആ ഒരു കഥാപാത്രത്തിനെ കുറിച്ചാണ്. ഇന്ദ്രൻ ചേട്ടൻ സ്ക്രീനിൽ കറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തിരുന്ന് കരഞ്ഞു. അത്രയ്ക്ക് ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു കേട്ടോ അത്. താങ്ക് യു, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കഥാപാത്രം നമുക്ക് സമ്മാനിച്ചതിനും. ഓൾസോ ഇനി അപ്കമിങ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ സംസാരിച്ചു പോയാലോ? ഇനിയിപ്പോ നമുക്ക് വരാനുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ ഭൂതനം, കാലിന്റെ സങ്കുടം ഫ്രൈഡേയുടെ നടന്നുകൊണ്ടിരിക്കുന്നു, ഖലീഫ ഓണത്തിനുണ്ട്. അതൊക്കെയാണ് ഒരു ചെറിയ റാപ്പിഡ് ഫയർ റൗണ്ടും കൂടി ഉണ്ട്. ഓക്കെ ആണോ? നോക്കണം നീ, നമുക്ക് നോക്കാം. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇന്ദ്രൻ ചേട്ടൻ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കഥ ഇന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ അത് യെസ് പറയാനായിട്ട് അല്ലെങ്കിൽ യെസ് പറയുന്നതിന് മുൻപ് നോക്കുന്ന രണ്ട് മെയിൻ കാര്യങ്ങൾ എന്തായിരിക്കും? അതിന്റെ ക്യാമറമാൻ, ഡയറക്ടർ ചെയ്തു പരിചയമുള്ളതാണോ, അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പൊ അവര് എന്നിട്ടേ സ്ക്രിപ്റ്റിലേക്ക് വരുള്ളൂ. കാരണം അവരുടെ ഒരു രീതി, അവരിലാണ് നമ്മളെ വിശ്വാസം. ഡയറക്ടർ പരിചയമുള്ള ഡയറക്ടർ നല്ല മനസ്സോ അല്ലെങ്കിൽ നല്ല ചിന്തയുള്ള ആളല്ലെങ്കിൽ പിന്നെ കൂടെ ടെക്നീഷ്യൻസ് വലിയ ആള് വെച്ചാലും അവരെ കെട്ടിക്കളയും. അപ്പൊ അദ്ദേഹത്തെയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്, ഡയറക്ടർ. എന്നിട്ടല്ലേ പിന്നെ സ്ക്രിപ്റ്റും കൂടെ നല്ലതാണെങ്കിൽ നമ്മള്
എന്നാണെന്ന് കരുതുന്നു. അടിപൊളി. ഓക്കെ. യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണോ ഇന്ദ്രൻ ചേട്ടൻ? അത് യാത്ര വലിയ ഇഷ്ടമാണ്. യാത്ര ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ എനിക്ക് അങ്ങനെ ആയതായിരിക്കും. ഇനി യാത്ര ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു സ്ഥലം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, പുതിയ പുതിയ കാഴ്ചകളല്ലേ. അങ്ങനെ ഒരു പുതിയ ഭാഷ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഏത് ഭാഷയായിരിക്കും പഠിക്കാൻ ആഗ്രഹം? തമിഴ് കുറച്ചുകൂടെ നന്നാക്കി പഠിച്ചെടുക്കാമെന്ന് തോന്നുന്നു. ഇത്രയും നാളായിട്ടും അതങ്ങോട്ട് വഴങ്ങിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല, വേണ്ടി വിചാരിച്ചിട്ടില്ലല്ലോ. മലയാളം തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലാതെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. റീസെന്റ്ലി കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതായിരുന്നു? അതൊക്കെ നമ്മളെ പണ്ടും ഇപ്പോഴും ഇത്തിരി നേരത്തെ ഉള്ളതുകൊണ്ടായിരിക്കും മനസ്സിൽ ഷോലയൊക്കെ തന്നെയാണ്. ഷോലെ തന്നെയാണ്. ഓക്കെ, ഷോലെയാണ് എപ്പോഴും അല്ലേ? അതെ അതെ. ആൻഡ് ഫൈനലി ഒരു സാങ്കല്പിക ലോകത്ത് നമ്മുടെ ഓലിവർ ട്വിസ്റ്റും മാധവൻ മാസ്റ്ററും കൂടി ഒരു ചായ കുടിക്കാനായിട്ട് അസിഘട്ടിൽ ഇരിക്കുകയാണ്. എന്തായിരിക്കും അവരുടെ ഒരു സംഭാഷണം? ട്വിസ്റ്റ് ആയിപ്പോയല്ലേ? രസകരമായിട്ടുള്ള ഒരു സംഭാഷണം ആയിരിക്കും തോന്നുന്നു അല്ലേ? ഇല്ല ഇന്ദ്രൻ ചേട്ടാ? അതായിരിക്കും ചിലപ്പോ. ഇനി ചിലപ്പോ കാണുമ്പോഴത്തേക്ക് നമ്മൾ അറിയാത്തൊരു പ്രണയം അതിൽ വളർന്നു. അത് കൊള്ളാം. അത് ചിലപ്പോ പരസ്പരം കാണുമ്പോ നാണിപ്പിച്ചേക്കും, ഒരു നാണം വന്നേക്കാം. അടിപൊളി. എന്നാലും ഇന്ദ്രൻ ചേട്ടാ നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഉറപ്പായിട്ട് ഇന്ദ്രൻ ചേട്ടാ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഇത്രയും അധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. അതോടുകൂടി ഈ ആഴ്ചത്തെ സ്റ്റാർസ് ഓൺ എയർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു സെലിബ്രിറ്റിയും കുറേ അധികം വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു റേഡിയോ മലയാളം 98.6 FM. കൂടെ ഉണ്ടായിരുന്നത് RJ തുഷാര.